ഹലോ ഫ്രണ്ട്സ്, കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ പുതിയതായിട്ട് വീഡിയോ ചെയ്യുകയാണ്. അതായത് നമ്മൾ കൂടുതലായിട്ട് മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസാണ് നമ്മൾ കൂടുതലായിട്ട് പോസ്റ്റ് ചെയ്യാറ്. അത് തന്നെയായിരിക്കും നമുക്ക് ഇപ്പോഴും മുമ്പോട്ട് തുടർന്ന് പോകുന്നത്. ഓക്കെ, അപ്പം ഞാൻ ആദ്യമായിട്ട് കുറേ നാളുകൾക്ക് ശേഷമാണെന്ന് ഞാൻ പറഞ്ഞുതരും. അപ്പോൾ നമുക്ക് ഡാമേജ് റിസോൾവിൽ നമുക്ക് ലെറ്റ്സ് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം സിമ്പിളാണ്, അറിയത്തില്ലാത്തൊരു ജസ്റ്റ് ഒന്ന് കാണുക, അല്ലാത്തൊരു ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യുക. നല്ലൊരു ലെറ്റ്സ് ആണ്. ഇതാണ് നമ്മുടെ ഡാവിഞ്ചി റിസോൾവിൻ്റെ ഇൻ്റർഫേസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ്റർഫേസ് വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ന്യൂ പ്രൊജക്റ്റ് അല്ലെങ്കിൽ റൈറ്റ് സൈഡ് കോർണർ ന്യൂ പ്രൊജക്റ്റ് ഉണ്ട്, അത് കൊടുക്കുക. അല്ലെങ്കിൽ ഇവിടെ ന്യൂ പ്രൊജക്റ്റ് ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പം ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഓൾറെഡി ലെറ്റ്സ് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് ആദ്യമേ നമ്മുടെ എഡിറ്റ് സെക്ഷനിലേക്ക്, താഴെ എഡിറ്റ് സെക്ഷനിലേക്ക് പോകാം. അപ്പം ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു കൺട്രോളായി ഇമ്പോർട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇമ്പോർട്ട് മീഡിയ അല്ലെങ്കിൽ കൺട്രോളായി പ്രസ് ചെയ്യാം. മാക്കിലാണെങ്കിൽ കമാൻഡായി. ഓക്കെ, എന്നിട്ട് എടുത്തതിന് ശേഷം ഞാൻ ഓൾറെഡി നമുക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് വീഡിയോസ് ഞാൻ എന്ത് ചെയ്തു ചൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ 2-3 വീഡിയോസ് ചൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ലെറ്റ്സ് ഓൾറെഡി വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു സിനിമാറ്റിക്, കൊമേഴ്ഷ്യൽ, എസെൻഷ്യൽ, അർബൺ അങ്ങനത്തെ സ്റ്റൈൽസാണ്. അപ്പം നമുക്ക് അതിന് വേണ്ടിയുള്ള ഒരു വീഡിയോസാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ സാധാരണ പോലെ ഡ്രാഗ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ടൈം ലൈനത്തേക്ക് പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്തിട്ട് ഞാനെന്ത് ചെയ്തു, കുറച്ച് ഭാഗം ഒന്ന് ഇത്രയും നീളം വേണ്ടാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ബാലൻസ് ഒന്ന് റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടി ബെറ്റർ എന്ന് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചും ബെറ്റർ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ മുകളിൽ വെച്ചത് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഇവിടെ എഫക്ട്സ് കാണാം. ആ വിൻഡോയിൽ ആ എഫക്ട്സ് വിൻഡോ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ എഫക്ട്സിലായിരിക്കും വരുന്നത് കേട്ടോ. അത് ടിക്ക് ചെയ്ത് കൊടുത്തേക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഈ താഴെ കിടക്കുന്ന ഒറിജിനൽ ക്ലിപ്പിൽ എന്ത് ചെയ്യുക, ആ ലെറ്റ്സ് വന്ന് പ്ലേസ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും കുറച്ചും കൂടെ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം അല്ലെങ്കിൽ ചേഞ്ചസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനാട്ടോ ജസ്റ്റ് ഒരു കോപ്പി പോലെ നമ്മുടെ ശേഷം തന്നെ ഇവിടെ എങ്ങനെയാണ് ലെറ്റ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ റൈറ്റ് സൈഡിലെ കോർണർ താഴെ നമുക്കൊരു ഒരു സെറ്റിങ്സിൻ്റെ ചിഹ്നമുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊജക്റ്റ് സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു വിൻഡോ നമുക്ക് തുറന്നു വരും. അവിടെ വന്നതിന് ശേഷം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കളർ മാനേജ്മെൻറ്റ് എന്ന സെക്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. നേരെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ലുക്കപ്പ് ടേബിൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വരും. നിങ്ങൾക്ക് ഓൾറെഡി കാണാൻ വേണ്ടി പറ്റും, ഈ മൗസ് ചലിക്കുന്ന ആ ഭാഗം. ഓക്കെ, ഇതാണ് ലുക്കപ്പ് ടേബിൾസ്, അതാണ് ലെറ്റ്സ് എന്ന് പറയുന്ന സെക്ഷൻ കേട്ടോ. അതിൽ നമുക്ക് എന്ന് വെച്ചാൽ ഓപ്പൺ ലെറ്റ് ഫോൾഡർ എന്ന് പറഞ്ഞ സെക്ഷൻ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഡാവിഞ്ചി റിസോൾവറുള്ള നമ്മുടെ എന്ത് ചെയ്യും, ലെറ്റ്സിൻ്റെ എല്ലാ ഫോൾഡേഴ്സ് ഇവിടെ കാണിക്കും. എന്നിട്ട് നമ്മുടെ എന്ത് ചെയ്യുക, ഫോൾഡർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഒരു ഫോൾഡർ. അത് ഞാൻ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തു, കോപ്പി എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ലെറ്റ്സിൻ്റെ ഫോൾഡറിലേക്ക് ഞാനൊന്ന് പേസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഓൾറെഡി കൊമേഴ്സ്യൽ, അർബൺ, സിനിമാറ്റിക് അങ്ങനെ വന്ന് പ്ലേസ്ഡ് ആയിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം, നിങ്ങൾ ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല. നമുക്ക് എന്നെ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ ഒരു അപ്ഡേറ്റ്സ് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, 2 സെക്കൻഡ് എടുക്കും. ഓക്കെ, അപ്ഡേറ്റ് ലിസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, അപ്പോൾ നമുക്കിവിടെ താഴെ സേവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ തെളിഞ്ഞ് വരും. അതെന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, സംഭവം സെറ്റായിട്ടുണ്ട്. നമ്മളെന്താ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിൻ്റെ നമ്മുടെ പ്രീമിയറിലെ പോലെ ഒന്നും നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കിട്ടില്ല, വീഡിയോ ട്രാൻസാക്ഷൻ്റെ കൂടുതലൊന്നും കിട്ടില്ല. ഇതിന് താഴെ തന്നെ പാനലിലേക്ക് ഞാനൊന്ന് സ്വിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത്. നിങ്ങളുടെ ഇൻ്റർഫേസ് ഇങ്ങനെയായിരിക്കും. ഇങ്ങനെ വന്നതിന് ശേഷം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ക്ലിപ്പിൽ നമുക്ക് ഡയറക്റ്റ് ചെയ്യാം കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പോൾ നമ്മൾ ഇത് കൊടുത്തിട്ട് ഇതാണ് നമ്മുടെ ഇത് കാണുന്നതാണ് നമ്മുടെ നോഡ്. അപ്പോൾ നോഡ് കാണുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്ലിപ്സ്, നമുക്ക് അവിടെ യൂസ് ചെയ്ത ക്ലിപ്സ് ഇവിടെ കാണണമെങ്കിൽ അത് ക്ലിപ്സ് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ യൂസ് ചെയ്തേക്കുന്നത് എഡിറ്റ് യൂസ് ചെയ്ത ക്ലിപ്സ് എല്ലാം ഇവിടെ കിട്ടും. അതിൻ്റെ ഒപ്പം നമ്മൾ ടൈം ലൈനും നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിലാണ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത്. കാണാൻ പറ്റും ഒരു റെഡ് ഇതിൽ കിടക്കുന്നത്.
അത് സെലക്ഷൻ. എന്നിട്ട് ഞാൻ നോഡിൽ എന്ത് ചെയ്തു, ഓൾ ടെസ്റ്റ് കൊടുത്തു, ഒരു സീരിയൽ നോഡ് ഞാനത് ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ ലെറ്റിനകത്ത് വരിക. ഇവിടെ നമ്മൾ ആഡ് ചെയ്തേക്കുന്ന നോക്കി അർബൻ, അങ്ങനത്തെ ഫിലിം ലുക്സ്, അങ്ങനെ പറഞ്ഞ കൊമേഴ്ഷ്യൽ, സിനിമാറ്റിക്, അതെല്ലാം ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. നമ്മുടെ ലെറ്റ്സ് നോക്കാലോ, സിനിമാറ്റിക്കിനകത്ത് അത്രയും ലെറ്റർ ഉണ്ട്, കൊമേഴ്ഷ്യനകത്ത് അത്രയും ലെറ്റർ കിടക്കുന്നുണ്ട്, ഫിലിം ലുക്സിനകത്ത് അത്രയും ഉണ്ട്, അപ്പം അർബനകത്ത് അത്രയും ഉണ്ട്, അപ്പോൾ കുറേ ഉണ്ട്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് വരുമ്പോൾ ഞാനിത് ക്ലിപ്സ് നോക്കി ചെയ്യണം മനസ്സിലാക്കാൻ വേണ്ടി. എന്നിട്ട് ഇത് ചെയ്തു. എന്നിട്ട് ഞാൻ നോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ സിനിമാറ്റിക്കിലേക്ക് പോവാം. ജസ്റ്റ് സിനിമാറ്റിക് എടുത്തു, ജസ്റ്റ് ഒന്ന് ആഡ് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, കണ്ടോ, ഓരോ ലെറ്റ് ഇട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയേ, നല്ല അടിപ്പൽ ലെറ്റ്സുകളാണ്. അപ്പം കണ്ടോ, ഒരു ബ്ലൂ ഷേപ്പ് നമുക്കത് വന്നിട്ടുണ്ട്. നമുക്ക് പല, ഞാൻ ഡയറക്റ്റ് ഇട്ട് കേട്ടോ, അപ്പോൾ നമുക്ക് പല സ്റ്റൈലിലുള്ള എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്കിവിടെ ലെറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അടുത്ത ക്ലിപ്പിൽ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു ബ്ലൂ ഷെയ്ഡിലുള്ള ഒരു കൊമേഴ്ഷ്യലാണ്, നമുക്കൊരു സിനിമാറ്റിക്കാണ്, ആർട്ട് ഹൗസ് നമുക്ക് നോക്കാം. കണ്ടോ, ജസ്റ്റ് കൊണ്ടുവച്ചാൽ അവിടെ പ്ലേസ്ഡ് ചെയ്ത് കാണിക്കും കേട്ടോ, പല സ്റ്റൈലിലുള്ള അവിടെ കാണിക്കും. നിങ്ങൾക്ക് ഏത് സെക്ഷൻ അല്ല സ്റ്റൈലിനുള്ളതാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊന്ന് കൊമേഴ്ഷ്യൽ എടുത്തു. കൊമേഴ്ഷ്യൽ കണ്ടോ, വിഷ്വൽ നോക്കി നല്ല അതേപോലെ എക്സാക്ട്ലി നല്ല അടിപൊളിയായിട്ട് ഇത് കാണിച്ചിട്ടുണ്ട്. കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് എപ്പോഴും നമ്മൾ ലെറ്റ്സ് ഇട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഫിലിം ലുക്സ് ആണെങ്കിൽ ഫിലിം ലുക്സ്. ഇപ്പോൾ കൊമേഴ്ഷ്യൽ എടുത്തിട്ട് നമുക്ക് അതിനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ക്ലിപ്സ് ഓഫ് ചെയ്യാം, അപ്പോൾ കുറച്ചുകൂടി വലുതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് കൊമേഴ്ഷ്യൽ എടുക്കാം. കൊമേഴ്ഷ്യൽ എടുത്തുകൊണ്ടാണ് ഉണ്ടോ, വിഷ്വലിലുള്ള ഡെപ്ത്ത് കണ്ടോ, മറന്നാൽ ലറ്റ്സിൻ്റെ പവർ നമുക്ക് ഗ്രേഡ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. നമുക്ക് അടിപൊളിയായിട്ട് ഇതിനെ എന്ത് ചെയ്യാം, നമുക്ക് അതിനെ പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഇതേപോലെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ലെറ്റ്സ് നമ്മുടെ ഡാവിഞ്ചിയിലേക്ക് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടത്. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലുള്ള അടിപൊളി വീഡിയോസിന് ഞാൻ ഇനി തുടർന്നും വരുന്നതാണ്. അപ്പോൾ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൊണ്ട് പ്രസ് ചെയ്യണം. കാരണം ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കാനാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം അടുത്ത വീഡിയോ കൊണ്ട് കാണുന്നതിന് വരെ ഓക്കെ, ബൈ, താങ്ക്സ്.